ഇന്ന് ഇന്നെന്താണ് ഒന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു പുതിയൊരു പരിപാടിക്ക് പോകണം. പുതിയ പരിപാടി പറഞ്ഞാൽ അങ്ങനെയല്ല, ടൗൺ വരെ പോകണം. നമ്മൾ വർഷങ്ങളായി ബസ്സിൽ യാത്ര ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ എല്ലാ വണ്ടികളും കംപ്ലൈൻ്റ് ആണ്. 3 വണ്ടി 3 മൂലയിൽ കിടക്കുകയാണ്. അപ്പോൾ മഴയൊക്കെ അല്ലേ, അപ്പോൾ നോക്കുമ്പോൾ ഇന്ന് യാദൃശ്യമായി പെട്ടു. ടൗൺ വരെ പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഏട്ടൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടം വരെ എന്തായാലും ബസ്സിൽ പോയേ പറ്റൂ. അപ്പം നമ്മൾ വർഷങ്ങളായില്ലേ ബസ്സിൽ യാത്രകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പോയതാണ്, അന്നൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യാൻ ഛർദ്ദിക്കുകയോ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും രാവിലെ പോകുമ്പോൾ കുട്ടികളുടെ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾ അത് ഇത് തിരക്ക് കാര്യങ്ങളൊന്നും നമുക്കെന്നാൽ നോക്കാം, അധികം വൈകിപ്പിക്കാതെ. ഞങ്ങൾ മീൻ നേരെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അയില പഠിക്കാണ്. ചേട്ടായിമാരെ, ഇത് ഒരു രാവിലത്തെ ഒരു സ്കൂൾ ട്രിപ്പാണ് കേട്ടോ. സ്കൂൾ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ട്രിപ്പിലുള്ള ബസ്സിലെ തിരക്കും കാര്യങ്ങളും കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ കുറേ ഈ ബസ്സിൽ യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടെന്നാൽ ബസ്സിൽ യാത്രയും ബസ്സിലെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അവിടുത്തെ കുറേ ആയി എന്ന് പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനിലാണ് നമ്മൾ കയറിയത്. അപ്പോൾ ആളുകൾ എല്ലാപ്പോഴും ചെയ്യുമ്പോൾ കയറുന്നു, ഇറങ്ങുന്നു, കണ്ടക്ടർ ഓടുന്നു, ആളുകൾ കുത്തിത്തിരക്കി കയറുന്നു, കുറേ പേര് ബസ്സിൽ ഇങ്ങനെ അറിയാതെ ഉറങ്ങുന്നു, കുറേ പേരിങ്ങനെ കുശലം ചൊല്ലിയിട്ട് കുട്ടികളൊക്കെ അങ്ങനെ ബസ്സിൻ്റെ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അതുപോലെ ഒരുപാട് ലീലാവിലാസങ്ങൾ. പിന്നെ പോകുന്ന വഴിക്ക് ചേച്ചിമാരൊക്കെ രാവിലെ എണീച്ച് കുളിച്ചൊരുങ്ങി ഓരോരോ വർക്കിനൊക്കെ പോകുന്നു, ആളുകൾ ഇറങ്ങുന്നു. പോകുന്ന വഴിക്ക് ലുലു മാളിൻ്റെ തൊട്ടിപ്പുറത്ത് പാച്ച് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ കയറി അങ്ങോട്ട് പോകുന്ന സമയത്ത് വണ്ടികൾ ഇങ്ങനെ ട്രക്കുകൾ കാര്യങ്ങളൊക്കെ വരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആയി ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ലെവലിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന സുഖം എനിക്ക് തോന്നിയിട്ടാണ്. വണ്ടി കാര്യങ്ങളൊക്കെ എടുത്ത് അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു ട്രെയിൻ അങ്ങോട്ട് പോയി, പെട്ടെന്ന് അങ്ങോട്ട് പോയി. ഇത് റെയിൽപാളമാണ്, അതായത് യാക്കരപ്പാലം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ബസ് സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പ് എത്തിയിട്ട് നമുക്ക് ഒരു റോളൊന്നുമില്ല, നമ്മൾ അപ്പുറം സ്റ്റോപ്പ് ഇറങ്ങാൻ പോകുന്നതാണ്. അപ്പോൾ ഇത് കണ്ടാത്ത് അവിടെ ആ സൈഡാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഇറങ്ങി വണ്ടി വീണ്ടും ചലിച്ചു. ഞാൻ നൈസായിട്ട് ഈ സൈഡിൽ അങ്ങോട്ട് ചാടി. പിന്നെ ഒന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ ദേവാട്ടനും വന്നു. ഞാൻ ദേവാട്ടൻ്റെ വണ്ടി കയറി ഒറ്റ വണ്ടിട്ടും